എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കേരള യൂണിവേഴ്സിറ്റി ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിൻ്റെ ഭാഗമായിട്ടുള്ള സെക്കൻഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് ഇന്ന് പ്രസിദ്ധീകരിക്കും. വിദ്യാർത്ഥികൾക്ക് admissions.keralauniversity.ac.in/FIUGP 2025/index.php എന്നുള്ള ലിങ്ക് വഴി നിങ്ങൾക്ക് നിങ്ങളുടെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് പരിശോധിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ലിങ്ക് വഴി നിങ്ങൾക്ക് ഈ ഒരു പേജിലേക്കാണ് പ്രവേശിക്കാൻ സാധിക്കുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും അതുപോലെ തന്നെ പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ പാസ്വേഡും ആപ്ലിക്കേഷനും മറന്നുപോയവർക്ക് ഫോർഗോട്ട് പാസ്വേഡ് ഓപ്ഷൻ ഉണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ എൻ്റർ യുവർ മൊബൈൽ നമ്പർ, അതായത് എൻ്റർ മൊബൈൽ നമ്പർ എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അവിടെ നിങ്ങളുടെ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ നൽകിയ മൊബൈൽ നമ്പർ കൊടുക്കുക. അതുപോലെ തന്നെ ഇവിടെ സെലക്ട് കാറ്റഗറി എന്നുള്ള ഭാഗത്ത് സെലക്ട് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറാണോ അല്ലെങ്കിൽ പാസ്വേഡാണോ ഏതാണ് മറന്നുപോയത് അത് കൃത്യമായിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക, സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്ത് പിന്നീട് വരുന്ന പേജിൽ പറയുന്ന ഡീറ്റെയിൽസ് പ്രകാരം ആ ഒരു ഡീറ്റെയിൽസ് ഒക്കെ നൽകി കഴിഞ്ഞാൽ നിങ്ങൾക്കത് പുതിയ പാസ്വേഡ് റീസെറ്റ് ചെയ്ത് കൊടുക്കാനും അതുപോലെ തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ നമ്പർ ആണെങ്കിൽ അത് റിക്കവർ ചെയ്ത് ലഭിക്കുന്നതുമായിരിക്കും. ഇനി വിദ്യാർത്ഥികൾക്ക് എങ്ങനെ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് പരിശോധിക്കാം നോക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ട് എങ്കിൽ വിദ്യാർത്ഥികൾക്ക് കൺഗ്രാജുലേഷൻ, യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ്, ഏത് കോളേജിൽ ഏത് കോഴ്സിലാണ് അലോട്ട്മെൻറ്റ് കിട്ടിയത് എന്ന് കാണാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല എങ്കിൽ സോറി യു ഹാവ് നോ അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓൾറെഡി ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടി, നിങ്ങൾ ടെമ്പററി അഡ്മിഷൻ നേടി അതല്ലെങ്കിൽ പെർമനൻറ്റ് അഡ്മിഷൻ നേടി അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ഹയർ ഓപ്ഷൻസ് നിലനിർത്തിയിട്ടുണ്ട് എങ്കിൽ അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് പിന്നീട് ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റ് പുതുതായിട്ട് എവിടെയും കിട്ടിയിട്ടില്ല എങ്കിൽ സോറി യു ഹാവ് നോ അലോട്ട്മെൻറ്റ് ഇൻ ദിസ് ടൈം എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം ഇത്രമാത്രമാണ്. നിങ്ങളുടെ അലോട്ട്മെൻറ്റ് പരിശോധിക്കുക എന്നുള്ള കാര്യമാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ അതുപോലെ തന്നെ അതിനുശേഷം വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് നിങ്ങൾ അഡ്മിഷൻ നേടാനുള്ള ആ ഒരു അവസരമാണ്. അപ്പോൾ അഡ്മിഷൻ നേടാനുള്ള ആ ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം. അതിനായിട്ട് ഇവിടെ അഡ്മിഷൻ ഷെഡ്യൂൾ ഫോർ FIUGP എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങളത് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് അഡ്മിഷനായിട്ട് ഹാജരാവേണ്ട ഡേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് മെമ്മോയിലാണ് കൃത്യമായിട്ട് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് അഡ്മിഷൻ നേടാനുള്ള ആ ഒരു തീയതികൾ എന്ന് പറയുന്നത് ജൂൺ 26, 27, 28, 30 തീയതികളാണ്. അതായത് ജൂൺ 26, 27, 28, 30 തീയതികളായിട്ടാണ് വിദ്യാർത്ഥികൾ കോളേജിൽ നേരിട്ട് ഹാജരായി അഡ്മിഷൻ നേടേണ്ട ഡേറ്റുകൾ എന്ന് പറയുന്നത്. അപ്പോൾ അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ആദ്യമായിട്ടാണ് അലോട്ട്മെൻറ്റ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾ ഫീ പേയ്മെൻറ്റ് ചെയ്യുക. ഫീ പേയ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഏകദേശം വരുന്നത് പറഞ്ഞു തരാം. അതായത് ഏകദേശം ഈ ഒരു യൂണിവേഴ്സിറ്റി അഡ്മിഷൻ ഫീസ് SC/ST വിഭാഗം ആണെങ്കിൽ 1390 രൂപയാണ്. മറ്റുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ 2800 രൂപയാണ്. അതുപോലെ NIOS മറ്റ് സംസ്ഥാന ബോർഡുകളിൽ പഠിച്ച വിദ്യാർത്ഥികൾ SC/ST വിദ്യാർത്ഥികളാണെങ്കിൽ 865 രൂപയും മറ്റുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ അതായത് മറ്റുള്ള വിഭാഗത്തിലുള്ളവരാണെങ്കിൽ 2275 രൂപയുമാണ് ഫീസ് വരിക. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ലഭിക്കുകയും ഈ ഒരു ഫീസ് അടച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റ് പുതുതായിട്ട് വേറൊരു കോളേജ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ വീണ്ടും ഈ ഒരു ഫീ പേയ്മെൻറ്റ് അടക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ആദ്യമായിട്ടാണ് അലോട്ട്മെൻറ്റ് കിട്ടുന്നതെങ്കിൽ മാത്രമാണ് നിങ്ങൾ ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ടതായിട്ടുള്ളത്. ഇനി വിദ്യാർത്ഥികൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾക്ക് ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് പെർമനൻറ്റ് അഡ്മിഷൻ മാത്രമാണുള്ളൂ, ടെമ്പററി അഡ്മിഷൻ ഉണ്ടായിരിക്കുന്നതല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഒരു ജൂൺ 26, 27, 28, 30 തീയതികളായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജുകളിൽ പോയിട്ട് പെർമനൻറ്റ് അഡ്മിഷൻ നിങ്ങൾ നേടേണ്ടതായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ പെർമനൻറ്റ് അഡ്മിഷൻ ആരൊക്കെ എടുക്കണമെന്ന് പറയാം. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഒന്നാമത്തെ ഓപ്ഷനാണ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളതെങ്കിൽ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ഓൾറെഡി പെർമനൻറ്റ് അഡ്മിഷൻ ആയിരിക്കും എടുത്തിട്ടുണ്ടാവുക. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് പ്രത്യേകിച്ച് വേറെ എവിടേക്ക് മാറ്റേണ്ട ആവശ്യം വരുന്നില്ല. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഇപ്പോൾ 5ാമത്തെ ഓപ്ഷൻ കിട്ടിയെന്ന് വിചാരിക്കുക. അപ്പോൾ 5ാമത്തെ ഓപ്ഷൻ കിട്ടി. അപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങളവിടെ ടെമ്പററി അഡ്മിഷൻ എടുത്തു. സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ വേറെ എവിടെയും കിട്ടിയിട്ടില്ല എങ്കിൽ ആ ഒരു ടെമ്പററി അഡ്മിഷൻ നേടിയ കോളേജിൽ പോയിട്ട് ഫീസ് അടച്ച് പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കണം. ഇനി അതേസമയം നിങ്ങൾക്കിപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് നിങ്ങൾ ടെമ്പററി അഡ്മിഷൻ എടുത്തു, എന്നാൽ സെക്കൻഡ് അലോട്ട്മെൻറ്റ് വേറൊരു ഓപ്ഷനിലേക്ക് മാറ്റം കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പുതുതായിട്ട് ഏത് കോളേജിലാണോ കിട്ടിയത് ആദ്യം അഡ്മിഷൻ നേടിയ കോളേജിൽ നിന്നും നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ വാങ്ങിച്ച ശേഷം പുതുതായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജ് എവിടെയാണോ അവിടെ പോയിട്ട് വിദ്യാർത്ഥികൾ നിങ്ങളുടെ ആ ഒരു പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കേണ്ടതാണ്. കാരണം നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ വേറൊരു ഓപ്ഷൻ കിട്ടുന്ന സാഹചര്യത്തിൽ അതിന് താഴെ എല്ലാവിധ ഓപ്ഷൻസും ഡിലീറ്റ് ചെയ്യപ്പെടും എന്നുള്ളത് കൊണ്ട് തന്നെ ഫസ്റ്റ് കിട്ടിയ സീറ്റ് കൂടി അവിടെ ഡിലീറ്റ് ചെയ്യപ്പെടുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ പുതുതായിട്ട് കിട്ടിയ ആ ഒരു കോളേജിൽ ജോയിൻ ചെയ്യേണ്ടതായിട്ട് വരുന്നതാണ്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടുകയും എന്നാൽ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ വേറെ എവിടെയും അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾ പ്രത്യേകിച്ച് എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ നിലവിൽ നിങ്ങൾ എവിടെയാണോ ടെമ്പററി അഡ്മിഷൻ നേടിയത് അവിടെ പോയിട്ട് നിങ്ങളുടെ സീറ്റ് പെർമനൻറ്റ് അഡ്മിഷൻ ആക്കുക, ഫീസ് അടച്ച് പെർമനൻറ്റ് അഡ്മിഷൻ ആക്കുക.
ഇനി വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് കേരള യൂണിവേഴ്സിറ്റിയിൽ തേർഡ് അലോട്ട്മെൻ്റ് ഇല്ലേ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ്സുകൾ ആരംഭിക്കുന്നത് ജൂലൈ 1-ാം തീയതി മുതലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കേരള യൂണിവേഴ്സിറ്റിയിൽ ഒരു തേർഡ് അലോട്ട്മെൻറ്റ് ഇല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തേർഡ് അലോട്ട്മെൻറ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. നിങ്ങൾക്ക് തേർഡ് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ട് എങ്കിൽ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് പുതുതായിട്ട് വേണ്ട ഓപ്ഷനുകൾ ആഡ് ചെയ്ത് നിങ്ങൾക്കതിൽ പങ്കെടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഓൾറെഡി നിങ്ങൾ നൽകിയിട്ടുള്ള ഓപ്ഷൻ മാത്രം തന്നെ, അതായത് നിങ്ങളിപ്പോൾ നൽകിയിട്ടുള്ള, അതായത് ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ അതായത് 5ാമത്തെ ഓപ്ഷനാണ് അലോട്ട്മെൻറ്റ് കിട്ടിയതെന്ന് വിചാരിക്കാം. അപ്പോൾ ഇതിൻ്റെ മുകളിലുള്ള 1 മുതൽ 4 വരെയുള്ള ഓപ്ഷനാണ് അടുത്തതായിട്ട് പരിഗണിക്കേണ്ടത്. അപ്പോൾ അങ്ങനെ പരിഗണിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾക്ക്, അതായത് നിലവിലെ ഓപ്ഷൻ തന്നെയാണ് പരിഗണിക്കപ്പെടേണ്ടതുള്ളതെങ്കിൽ നിങ്ങൾ ആ ഒരു ഓപ്ഷനുകൾ കൺഫർമേഷൻ ചെയ്താൽ മതി. അതേസമയം നിങ്ങൾക്ക് നിലവിലെ ഓപ്ഷൻ പരിഗണിക്കപ്പെടേണ്ട പുതിയ വേക്കൻസി അല്ല, പുതിയ കോളേജ് കോഴ്സുകളാണ് നിങ്ങൾക്ക് പുതുതായിട്ട് നൽകേണ്ടത്, ഈ ഒരു തേർഡ് അലോട്ട്മെൻറ്റ് പരിഗണിക്കപ്പെടേണ്ടത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു പുതുതായിട്ട് വേണ്ട കോളേജ് കോഴ്സുകൾ ഏതൊക്കെയാണോ അത് നിങ്ങൾ പുതുതായിട്ട് നൽകിയാൽ മതിയാകും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് പിന്നീട് തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം ഇതുവരെ അപേക്ഷ സമർപ്പിക്കാൻ പറ്റാതിരുന്ന വിദ്യാർത്ഥികൾക്ക് പുതുതായിട്ട് അപേക്ഷ നൽകുന്നതിനും അതുപോലെ വിദ്യാർത്ഥികൾക്ക് അപേക്ഷ വിവരങ്ങൾ തിരുത്തുന്നതിനുമുള്ള സൗകര്യം ലഭ്യമാകുന്നതാണ്. നിലവിൽ ഷെഡ്യൂൾ പ്രകാരം ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരെയുള്ള ഷെഡ്യൂൾ മാത്രമാണ് കേരള യൂണിവേഴ്സിറ്റി സാധാരണഗതിയിൽ പ്രസിദ്ധീകരിക്കാറുള്ളത്. അതിനുശേഷം മാത്രമാണ് പിന്നീട് വരുന്ന സപ്ലിമെൻ്ററി, തേർഡ് ഇതുപോലുള്ള അലോട്ട്മെൻറ്റുകളുടെ തേർഡ്, ഫോർത്ത്, അതുപോലെ സപ്ലിമെൻ്ററി, സ്പെഷ്യൽ അലോട്ട്മെൻറ്റുകൾ എന്നിങ്ങനെയുള്ള അലോട്ട്മെൻറ്റുകളുടെ ഷെഡ്യൂൾ പ്രസിദ്ധീകരിക്കാറുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ ഇന്ന് വൈകുന്നേരം 5 മണിയോടെ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ഈ ഒരു കേരള യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി സെക്കൻഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് അറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.